അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 9 കൊടിയേറി 16 സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി സമർപ്പണം ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10:30 ബ്രഹ്മശ്രീ മള്ളിയൂർ ശ്രീ ശിവൻ നമ്പൂതിരി നിർവഹിക്കുന്നു. ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. 7:30 കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം ദർശന എസ് നായർ നിർവഹിക്കും. തുടർന്ന് തിരുവരങ്ങിൽ ഭരതനാട്യം അരങ്ങേറും. രണ്ടാം ഉത്സവദിനത്തിൽ 9:30 ഉത്സവബലി, 11 മണിക്ക് ഉത്സവബലി, ദർശനം, പ്രസാദബൂട്ട് എന്നിവയും ഉണ്ടായിരിക്കും. അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2026 വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി 9 തിങ്കളാഴ്ച ആരംഭിച്ച് ഫെബ്രുവരി 16 ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. ഫെബ്രുവരി 9 വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവുത്സവത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുന്നു. ക്ഷേത്രം മേൽശാന്തിമാരായ കല്ലമ്പള്ളി ഇല്ലത്ത് കേശവൻ നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കുന്നതും ആണ്. താന്ത്രിക കർമ്മങ്ങളോടുകൂടി ആരംഭിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾ വിവിധങ്ങളായ കലാപരിപാടികളോടുകൂടിയാണ് ഇത്തവണ കോർത്തിണക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 9 വൈകിട്ട് 6:30 പ്രശസ്തനായ സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ക്ഷേത്ര തിരുസന്നിധിയിൽ നടക്കുന്നതാണ്. തുടർന്ന് 8 മണിയോടുകൂടി തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്തയായ സിനി ആർട്ടിസ്റ്റ് ദർശന എസ് നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികൾ, തിരുവാതിരകളി, ശാസ്ത്രീയ നൃത്തസന്ധ്യ, നാടകം, ബാലെ, അതുപോലെ തന്നെ പ്രശസ്തയായ വയലിൻ ആർട്ടിസ്റ്റ് കുമാരി ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം ഫെബ്രുവരി 12 വൈകിട്ട് 7 മണിക്ക് തിരുസന്നിധിയിൽ നടക്കുന്നതുമാണ്. രണ്ടാം ഉത്സവ ദിവസം മുതൽ 6-ാം ദിവസം ഉത്സവ ദിവസം വരെ ഉത്സവബലി ദർശനം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മഹാശിവരാത്രി ഫെബ്രുവരി 15 വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി ക്ഷേത്രത്തിൽ ആചരിക്കും. അന്നേ ദിവസം തന്നെ പ്രശസ്തനായ പഞ്ചവാദ്യ പ്രമാണി ചോറ്റാനിക്കര നന്ദപ്പമാരാരുടെ 25-ൽ പരം കലാകാരന്മാരും അണിനിരക്കുന്ന സ്പെഷ്യൽ പഞ്ചവാദ്യം ക്ഷേത്ര സന്നിധിയിൽ നടക്കും. 7:30 മുതൽ തിരുവരങ്ങിൽ നൃത്തസന്ധ്യ അരങ്ങേറും. 9:30 വിളക്കിന് എഴുന്നള്ളിപ്പ്, കൊടിക്കീഴിൽ വിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. 7-ാം ഉത്സവ ദിനം മഹാശിവരാത്രി. ഉച്ചയ്ക്ക് 1 മണിക്ക് കാവടി അഭിഷേകം, തുടർന്ന് ഉച്ചപൂജ, മഹാപ്രസാദമൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് 6:45 സമൂഹ ശയന പ്രദക്ഷിണം. വൈകിട്ട് 7 മണിക്ക് അല്ലപ്പാറയിൽ നിന്നും കാവടി ഘോഷയാത്ര, നിലക്കാവടി, മേളം എന്നിവയിലായി 60-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്നു. തെയ്യം, കഥകളി, ശിവൻ, ഭദ്രകാളി എന്നീ രൂപങ്ങളും കൂടാതെ കാളിയാർ, ശിവപാർവതി, കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കൊളി എന്നീ വിവിധങ്ങളായ താളമേള വാദ്യങ്ങളുടെയും ദൃശ്യവിസ്മയങ്ങളുടെയും അകമ്പടിയോടെ 8:30 ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. രാത്രി 12 ശിവരാത്രി പൂജ, 1 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും. 8-ാം ഉത്സവ ദിനത്തിൽ ആറാട്ട്. 6:30 ക്ഷേത്രക്കടവിലാണ് ആറാട്ട്. 7-ന് താലപ്പൊലി, വാദ്യമേളങ്ങൾ, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടുകൂടി ആറാട്ട് എതിരേൽപ്പ്. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി സമർപ്പണം ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10:30 ബ്രഹ്മശ്രീ മള്ളിയൂർ ശ്രീ ശിവൻ നമ്പൂതിരി നിർവഹിക്കുന്നു. പ്രദക്ഷിണ വഴിയുടെ പുനർനിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിലെത്തി. പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം
തിരുവുത്സവത്തിന്റെ കൊടിയേറ്റ ദിവസമായ ഫെബ്രുവരി 9-ാം തീയതി രാവിലെ 10:30 മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കൊച്ചുമകനും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ പുത്രനുമായിട്ടുള്ള ബ്രഹ്മശ്രീ ശ്രീ ശിവൻ നമ്പൂതിരി അവറുകൾ പ്രദക്ഷിണവഴിയുടെ സമർപ്പണം ക്ഷേത്ര സന്നിധിയിൽ നിർവഹിക്കുന്നതാണ്. രാവിലെ 10:30 ഫെബ്രുവരി 9-ാം തീയതി. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KS പ്രവീൺ കുമാർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ബിജു ആർ നായർ, സെക്രട്ടറി PK മാധവൻ നായർ, ദേവസ്വം സെക്രട്ടറി VD സുരേന്ദ്രൻ നായർ, മീഡിയ കോർഡിനേറ്റർ PM ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. i4A ന്യൂസ് പാലാ.